ഹലോ ഗായ്സ്, നമുക്കിന്നൊരു അടിപൊളി ചീരത്തോരൻ്റെ റെസിപ്പി നോക്കിയാലോ. നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണ ഒന്ന് മെൽറ്റായി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കടുകിടാം. കടുക് ഒന്ന് പൊട്ടിച്ച് അതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി കരിയാതെ നോക്കണേ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായി ഒന്ന് തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുഴുവനായി ആഡ് ചെയ്യാം. ഞാൻ പച്ചച്ചീരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചീരയാണോ ആഡ് ചെയ്യാം. ഇനി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടിയിലുള്ള മിക്സൊക്കെ മുകളിലേക്ക് ആവുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ സൈഡും മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. അത്യാവശ്യമൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചീരയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നതാണ്. ഇപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായി ചീര കുറച്ച് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യേണ്ടത്. ആദ്യമേ ഉപ്പിട്ടാൽ ഉപ്പ് ചിലപ്പം കൂടാൻ സാധ്യതയുണ്ട്. ഇനി അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നന്നായി കുക്കായി നമ്മുടെ ചീരത്തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി